CPM നിർദ്ദേശം PV അൻവർ MLA അവഗണിക്കുകയാണ്. പരസ്യ പ്രതികരണത്തിന് PV അൻവർ വീണ്ടും തയ്യാറെടുക്കുകയാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യം പറയുന്നുമുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നതാണല്ലോ എന്നും അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ടെന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് അൻവർ പറയുന്നത് എന്നാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. CB അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് അൻവർ നേരത്തെ അറിയിച്ചതാണ്. അതിനുശേഷം പക്ഷേ ഈ DGP അന്വേഷണം വരുന്നുണ്ടല്ലോ, ADGP RSS നേതാക്കളെ കാണുന്നതിനെ കുറിച്ച്. ആ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അൻവർ, ഇതൊരു തമാശയാണെന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ എന്താണ് ഇന്ന് പെട്ടെന്ന് ആത്മാഭിമാനമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ കാരണമായിരിക്കുന്നത്? മഞ്ജുഷ, ഇന്നലെ വൈകുന്നേരമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തോടെ പറയുന്നതെല്ലാം ഗൗരവത്തിലെടുക്കാൻ കഴിയില്ലെന്നും അൻവർ പറയുന്നതിൽ ഒരു മിതത്വം വേണമെന്നും അൻവറിന്റെ വാക്കുകൾ മാധ്യമങ്ങളും വലതുപക്ഷക്കാരും പാർട്ടിക്കെതിരെ ആയുധമാക്കുന്നുവെന്നും ഒക്കെ വലിയ വിമർശനമായിട്ടാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ഇത് അൻവർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം ഉന്നയിച്ച എടവണ്ണയിലെ റിദാൻ ബാസിൽ വധക്കേസിലെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയൊരു ഡെവലപ്മെന്റ് അദ്ദേഹം സംഭവവികാസങ്ങൾ അദ്ദേഹം കുറിച്ചിരുന്നു. ഈ കേസിൽ വിചാരണ നിർത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളോടുള്ള അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി നേരത്തെ തന്നെ അൻവറിന്റെ നിലപാട് തള്ളിയതാണ്. അതേ നിലപാട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അൻവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ടത്. പാർട്ടി സ്വതന്ത്രനായിട്ടാണ്, ഇടതുപക്ഷ സ്വതന്ത്രൻ അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് പാർട്ടിക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കടുത്ത തീരുമാനങ്ങളിലേക്ക് അൻവർ പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുമോ എന്ന് കരുതുന്നുണ്ട്. കാരണം ഓരോ തവണ വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും അൻവർ ഏതെങ്കിലും വിഷയങ്ങളിൽ കൃത്യമായ രേഖകളും അല്ലെങ്കിൽ മറ്റും വാർത്താ സമ്മേളനങ്ങളിൽ പ്രേക്ഷകർക്ക് എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ ഏതെങ്കിലും വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ, അതോ പാർട്ടിക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പാർട്ടിയുമായി രമ്യതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. പുതിയ പോർമുഖം തുറന്ന് തന്റേതായ വഴിയിലൂടെ അൻവർ മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയായിട്ട് തന്നെ വേണം നമുക്ക് കാണുവാൻ. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്.